നിങ്ങളെങ്ങനെയാണ് സിനിമ തലയ്ക്ക് പിടിക്കുന്നത്? വേറെ ഒരു പണി അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. ജേർണലിസം, കഥ, തിരക്കഥ, സിനിമ എന്ന് പറയുന്നത് നിങ്ങള് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എവിടെയായിരിക്കും? ഇതിനകത്ത് ഭയങ്കര കോമഡി ഉണ്ടാവും. എനിക്ക് സത്യത്തില് എല്ലാ കാലത്തും എഴുത്തുകാരനാവുക എന്നുള്ളതായിരുന്നു ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം, സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ. അപ്പം ഡിഗ്രി ഒക്കെ കഴിയുന്ന സമയത്ത് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അല്ല, പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഡിഗ്രിക്ക് ഒക്കെ ചേരാൻ സമയത്ത് എന്തെടുക്കണം, ലിറ്ററേച്ചർ പഠിക്കണം എന്നുള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ പ്ലസ് ടു സയൻസാണ് പഠിച്ചത്. അപ്പൊ ഇനി ഇത് എടുത്താൽ എന്ത് ചെയ്യുന്നൊക്കെ ഉള്ള നല്ല മാർക്കുള്ളതുകൊണ്ടല്ല, അന്ന് എന്റെ ക്ലാസ്സിലുള്ള എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും സയൻസാ. അപ്പൊ എനിക്കാണെങ്കിൽ ഈ മറ്റേ ഇൻട്രോവേർഷന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഹ്യൂമാനിറ്റീസിൽ പോയിരുന്നാൽ എന്താവും എന്നുള്ള ഇതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ സയൻസിന് പോകുന്നത്. പക്ഷേ എന്നിട്ടപ്പം ഈ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഫിസിക്സ് എടുത്തു. ഫിസിക്സ് കഴിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും എനിക്ക് യൂണിവേഴ്സിറ്റി കലാമത്സരത്തിൽ സമ്മാനം കിട്ടുന്നു. മാതൃഭൂമിയുടെ ബാലവന്തിയിൽ കഥയൊക്കെ വന്നു. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ജേർണലിസം പഠിക്കാൻ പോകുന്നത്. അതിന് കാരണം വെച്ചാൽ അന്ന് ആ സമയത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാം ജേർണലിസ്റ്റുകളാണ്. സുഭാഷ് ചന്ദ്രൻ, പിന്നെ ഉണ്ണിയാറ്, കെ രേഖ, സിതാര ചേച്ചി പഠിച്ചത്, എച്ചിക്കാനം പഠിച്ചത്, ഇവരൊക്കെയാണ് വഴിതെറ്റിച്ച് ഞാൻ അതിൽ പോയത്. ഷാജികുമാർ, ഞാൻ പ്രമോദ് രാമന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ട ജേർണലിസ്റ്റുകളാണോ അതോ പരാജയപ്പെട്ട ജേർണലിസ്റ്റുകളാണോ? ഞാൻ ജേർണലിസ്റ്റ് ആകുമ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇതിൽ പരാജയമായിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സ്ഥാപനങ്ങള്, അത്യാവശ്യം പൈസ കിട്ടിയത് കൊണ്ട് കുറെ കാലം നിന്നുള്ളൂ. പിന്നെ പക്ഷെ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ കൂടെ ആളുകളായിട്ട് സംസാരിക്കാന്, യാത്ര ചെയ്യാന്. പിന്നെ എന്താ വെച്ചാൽ കഥകൾ എഴുതുന്നത് കുറവാണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും എഴുതി നമ്മുടെ ഭാഷയ്ക്ക് ഒരു വൃത്തി, തഴക്കം വരുമല്ലോ. നമുക്ക് ഏത് തരം എഴുതാനുള്ളൊരു ഒരു മിനിമം സാധനം കിട്ടുന്നു എന്നുള്ളത് സമയവും. ആ ചെറിയ സമയത്ത് എഴുതണല്ലോ. പത്രത്തിലൊക്കെ പടപടാന്ന് ചെയ്യണല്ലോ. അപ്പൊ അത് ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ എഴുത്തുകാരനായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. ഫിക്ഷൻ റൈറ്റർ. സ്വാതന്ത്ര്യം ഭീകരല്ലേ?